സോ ആദ്യം തന്നെ ആ ഒരു ഡൗട്ടിന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അഡ്രസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഹൗ ഷുഡ് ഐ സ്റ്റാർട്ട് UPSC പ്രിപ്പറേഷൻ ഫ്രം സീറോ. അല്ലെങ്കിൽ ഇപ്പം ഞാൻ കുറെ വർഷങ്ങളായിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല, UPSCക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടില്ല. സോ എന്നെ പോലെ ഒരാൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, ഫ്രം സീറോയിൽ നിന്ന് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം പലരും നമ്മളോട് പറയും UPSC പ്രിപ്പറേഷൻ നടത്തുമ്പോൾ നിങ്ങൾ സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളും വായിക്കണം അല്ലെങ്കിൽ പഠിക്കണം എന്ന് പറയും. അതാണ് ആദ്യത്തെ ഒരു മിത്ത് ഞാനിവിടെ ബ്രേക്ക് ചെയ്തത്. കാരണം UPSC സിവിൽ സർവീസ് എക്സാമിനേഷനും ഈ പറയുന്നത് പോലെ കൃത്യമായിട്ടുള്ള സിലബസിന്റെ ബേസിസിലുള്ളതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ലേണേഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഓരോ കരിക്കുലത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള സിലബസ് ഉണ്ട്. അതേപോലെ UPSC എക്സാമിനേഷനും കൃത്യമായിട്ടുള്ള സിലബസ് ഉണ്ട്. ആ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എല്ലാം കിട്ടുന്നത് വായിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വേസ്റ്റ് ഓഫ് ടൈം ആകും. നമുക്ക് അറിവ് വേണമെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വായിക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് വളരെ പ്രിസൈസ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അതിന്റെ ആവശ്യമില്ല. അത് സിലബസിനെ ബേസ് ചെയ്താണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ സിലബസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഇന്ന് തുടങ്ങുകയാണെങ്കിൽ ഇന്ന് തൊട്ട് നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി. അല്ലാതെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്തു, എന്തിനു വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നൊന്നും മാറ്റർ അല്ല. അപ്പൊ നിങ്ങൾ സീറോയിൽ നിൽക്കുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നമുക്ക് ഒരു ഡൗട്ടും കൺഫ്യൂഷനും ഇല്ലാതെ കൃത്യമായിട്ടുള്ള ഗൈഡൻസോട് കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ഫ്രം സീറോ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് പറ്റും. ഇനി ഹൗ മെനി അവേഴ്സ് ഷുഡ് ഐ സ്റ്റഡി ഡെയിലി ഫോർ UPSC? ഇതും ആളുകളെ ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഈ ടോപ്പേഴ്സിന്റെ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോൾ അവർ പറയുന്നു, ഞാൻ 12 മണിക്കൂർ പഠിക്കും, അല്ലെങ്കിൽ ഞാൻ 14 മണിക്കൂർ പഠിക്കും, ഞാൻ 10 മണിക്കൂർ ഡെയിലി പഠിക്കും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലേ. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവേഴ്സ് അല്ല ആക്ച്വലി നമ്മളുടെ പഠനത്തിന്റെ ഒരു ഇത് നിലവാരവും അതേപോലെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ഉറപ്പിക്കുന്നത്. എത്ര അവേഴ്സ് പഠിക്കുക എന്നുള്ളതല്ല, എത്ര മണിക്കൂർ പഠിക്കുക എന്നുള്ളതല്ല, അതിലുപരിയായിട്ട് നിങ്ങൾ എന്ത് പഠിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് 5 മണിക്കൂർ വേറൊരാളായിട്ട് പഠിക്കാൻ എടുക്കുന്ന കാര്യം നിങ്ങൾക്ക് 2 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ 2 മണിക്കൂർ കൊണ്ട് പഠിച്ചാൽ മതി. സോ നമ്മളുടെ എപ്പോഴും നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്, ഒരു വർഷം അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന സമയം മുതൽ നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടത് അവേഴ്സ് ഓഫ് സ്റ്റഡി അല്ല നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. നിങ്ങൾ എന്താണ് പഠിക്കാൻ പോകുന്നത്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഞാൻ ഇന്നത്തെ ദിവസം പഠിക്കാൻ പോകുന്നത്, അതായിരിക്കണം നിങ്ങളുടെ ഒരു ഫിക്സ് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് കവർ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ചിലപ്പോൾ അവേഴ്സ് ഫിക്സ് ചെയ്യുവാണെങ്കിൽ അതിന്റെ നമുക്ക് കൺഫ്യൂസ് ആയി പോകും, നമ്മൾ എന്തൊക്കെ പഠിക്കും, ഈ അവേഴ്സിനുള്ളിൽ എന്തൊക്കെ പഠിക്കും എന്നുള്ളത് ഒരു കൺഫ്യൂഷനാണ്. ഇത്ര അവർ ഉണ്ടല്ലോ, നമുക്ക് കുറച്ചുകൂടി സ്ട്രെച്ച് ചെയ്ത് പഠിക്കാം, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ എന്ത് പഠിക്കണം എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുക. ആ പഠിക്കണമെന്ന് ഡിസൈഡ് ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ട് അന്നത്തെ ദിവസം പഠിച്ചു തീർക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അവേഴ്സ് മാറ്റേഴ്സ് അല്ല. ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോഴും അവേഴ്സ് എത്തും. നമ്മളൊരു 5-6 മണിക്കൂറൊക്കെ ചിലപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. അല്ലാതെ ഞാൻ 6 മണിക്കൂർ പഠിക്കും എന്ന് ഡിസൈഡ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് അല്ല. ഡെഫിനറ്റ് ആയിട്ടും പഠിക്കേണ്ടത് സിലബസിനെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടത് അതായിരിക്കണം നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ, ഷുഡ് ഐ കംപ്ലീറ്റ് ദി സിലബസ് ഫസ്റ്റ് ഓർ പ്രാക്ടീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്? അപ്പം ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. സിലബസും ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എക്സാമിനേഷൻ എന്താണെന്നാണ്. എക്സാമിനേഷനെ നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിലബസ് ആണ്. ആദ്യം തന്നെ സിലബസിലൂടെ നന്നായി നമ്മൾ പോകണം. ഈ UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന, സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന അറൌണ്ട് ഒരു 90-95% ആളുകളും ചെയ്യുന്ന ഒരു കാര്യം, അതായത് മിക്കവാറും ക്ലിയർ ചെയ്യാത്ത ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ ആദ്യത്തെ ഒരു 1-2 ദിവസം സിലബസ് നോക്കും. അതിനുശേഷം പിന്നെ പഠിത്തമാണ്. അപ്പോൾ കിട്ടുന്ന പുസ്തകങ്ങൾ അവിടുന്ന് ഇവിടുന്ന് വായിക്കുക, അവിടുന്ന് നോട്ട്സ് കിട്ടുമ്പോൾ അത് വായിക്കുക, അല്ലെങ്കിൽ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കാണുമ്പോൾ അത് കാണും. അപ്പൊ ഇങ്ങനെ മാക്സിമം കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുകയാണ്, പലയിടത്തും പല ഇൻഫർമേഷൻ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ സിലബസിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. എല്ലാ ദിവസവും സിലബസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതിന് ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത്, നമ്മൾ എവിടെയാണോ പഠിക്കുന്നത് അവിടെ നിങ്ങൾക്ക് സിലബസ് എഴുതിയെടുത്ത് ഒട്ടിച്ചു വെക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അത് പ്രിന്റ് ഔട്ട് എടുത്ത് ഒട്ടിച്ചു വെക്കാനായിട്ട് പറ്റും. ഇത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഒരു റീസൺ ഉണ്ട്. കാരണം എന്ത് പഠിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് സിലബസിലൂടെയാണ്. ഇപ്പം ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴായാലും എന്ത് വായിക്കണം എന്ത് വായിക്കണ്ട എന്നുള്ള കാര്യം നിങ്ങളെ പ്രാപ്തമാക്കുന്നത് ഈ സിലബസിന്റെ അണ്ടർസ്റ്റാൻഡിങ്. അപ്പം ന്യൂസ് പേപ്പറിൽ ഒരു ന്യൂസ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത് സുപ്രീം കോടതിനെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ്, അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് ഞാനിത് പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു കോൺട്രവേഴ്സി ആയിരിക്കും വായിക്കാൻ നോക്കുന്നത്. അപ്പൊ കോൺട്രവേഴ്സി നിങ്ങൾക്ക് ആവശ്യമില്ല, കാരണം UPSC ഒരു കാരണവശാലും നിങ്ങളോട് കോൺട്രവേഴ്സി ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നില്ല. സോ
ഈ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ സിലബസ് ആദ്യം പഠിക്കുകയും സിലബസിന് ശേഷം കുറച്ചൊരു ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് കിട്ടിയതിന് ശേഷം നിങ്ങൾ ഈ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം ഒന്ന് മനസ്സിലാക്കണം ആ സിലബസിനെ പറ്റി, ആ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് നോക്കുക. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നമ്മൾ ഒരു IPM IAS അക്കാഡമി എന്ന് പറയുന്നത് ഒരു അക്കാഡമിയാണ്. ഇതേപോലെ ആയിരക്കണക്കിന് അക്കാഡമീസ് നമ്മളുടെ ഇന്ത്യയിൽ ഉടനീളം പ്രവർത്തിക്കുന്നുണ്ട്. ഈ എല്ലാ അക്കാഡമീസും അവരുടേതായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസുകളും ഒക്കെ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതെല്ലാം അവരുടെ വ്യൂ പോയിന്റിൽ നിന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ UPSC എങ്ങനെയാണ് ഈ ഒരു എക്സാമിനേഷനെ കാണുന്നതെന്നും UPSC എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നതെന്നും എന്നും നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ UPSC ക്വസ്റ്റ്യൻസ് തന്നെ നോക്കണം. അതായത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ്, കഴിഞ്ഞ ഒരു 10 വർഷത്തോളം ആയിട്ട് UPSC ചോദിക്കുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണ്, ഏതൊക്കെ ടോപ്പിക്കിനാണ് ഒരു കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ മെയിൻസിലും പ്രിലിംസിലുമായിട്ട് നമുക്ക് പാർലമെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്, പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ക്വസ്റ്റ്യൻസും പല ടോപ്പിക്സും ആക്ച്വലി നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻസിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് തരുന്നൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഉണ്ട്. അതായത് നിങ്ങൾ പഠിക്കുമ്പോൾ ഈ പാർലമെന്റ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കിയെടുക്കാൻ നമ്മളെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സഹായിക്കും. അത് മാത്രമല്ല എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ വിച്ച് അമംഗ് ദ ഫോളോവിങ് ആർ നോട്ട് കറക്റ്റ് എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ UPSC-ക്കകത്ത് വരുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും ഈ ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് നോക്കി ശീലിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ ഈ നോട്ട് മിസ് ചെയ്യും. ഈ നോട്ട് മിസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? ശരിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവിടെ എഴുതി വെക്കും. പക്ഷെ അവർക്ക് വേണ്ടത് ഈ താഴെ പറഞ്ഞാൽ ഏതാണ് തെറ്റെന്നാണ് അറിയേണ്ടത്. സോ ഇങ്ങനെയുള്ള കെയർലെസ് ആയിട്ടുള്ള എറേഴ്സ് എല്ലാം നമ്മൾ വരുത്താൻ സാധ്യതയുണ്ട്. പക്ഷെ അത് വരുത്തുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഇവരെങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, എന്ത് രീതിയിലാണ് ഇവർ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ അത് നോക്കേണ്ടതാണ്. അത് അത്യാവശ്യമാണ്. ഇനി ഈസ് കോച്ചിങ് നെസസറി ടു ക്ലിയർ UPSC? സോ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും കോച്ചിങ് ഒരു കാരണവശാലും നെസസറി ആയിട്ടുള്ള ഒരു കാര്യമല്ല. UPSC-ക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോച്ചിങ് നെസസറി അല്ല. പക്ഷേ നമുക്ക് സെൽഫായിട്ട് ഇതിനെ പറ്റിയുള്ള അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതും അതിനുവേണ്ടിയുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതും അതിൻ്റെ ഒരു സ്ട്രക്ചർ ചെയ്ത് പഠിക്കുക എന്നൊക്കെ പറയുന്നതും ഒക്കെ കുറച്ച് പാടാണ്. അത്രമാത്രം ഒരു ഇന്റേണൽ ഫയർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് മാത്രമല്ല നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ മിസ്റ്റേക്സ് വരാം. അപ്പോൾ മിസ്റ്റേക്സ് വരുമ്പോൾ അത് തിരുത്താൻ ആരെങ്കിലും വേണമല്ലോ. സോ ഇങ്ങനെയുള്ള ആസ്പെക്ട്സ് വരുമ്പോഴാണ് നമുക്കൊരു കോച്ചിങ് ആവശ്യമായിട്ട് വരുന്നത്. അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ പോകുന്നത് നേരെയാണോ, അല്ലെ ഞാൻ ചെയ്യുന്ന രീതി പ്രോപ്പറായിട്ടാണോ പോകുന്നത്, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോച്ചിങ്ങിന്റെ ആവശ്യമില്ല. അതേസമയം നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, വളരെ തെറ്റായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അവിടെ കോച്ചിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കോച്ചിങ് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം നമുക്കൊരു ക്ലാരിറ്റി കിട്ടാനായിട്ട്, എങ്ങനെ പോകണം എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടാനായിട്ട് കോച്ചിങ് എടുക്കുന്നത് നല്ലതാണ്. ഇനീഷ്യലി ഒരു കോച്ചിങ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും വേണമെങ്കിൽ സ്വിച്ച് ചെയ്ത് നിങ്ങൾക്ക് ഒരു സെൽഫ് സ്റ്റഡി മോഡിലേക്ക് പോകാം. പക്ഷെ ബിഫോർ എന്താണ് ഈ എക്സാം, എങ്ങനെയാണ് ഈ എക്സാം എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ നമ്മൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒരുപാട് മിസ്റ്റേക്സ് വരുത്താനും നമ്മൾ ഒരുപാട് സമയം കളയാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കോച്ചിങ് ചില വേളകളിൽ അല്ലെങ്കിൽ ചില സമയങ്ങൾ നെസസറിയാണ്. പക്ഷെ അതുണ്ടെങ്കിലേ ക്ലിയർ ആവൂ എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇനി is it possible for me to crack UPSC if I am an average student? ഇതായിരിക്കും നമ്മളിൽ മോസ്റ്റ് ഓഫ് ദി ആളുകളിലും കണ്ടുവരുന്ന ഒരു ചോദ്യം. കാരണം ഞാൻ 10ലും +2നും ഒക്കെ പഠിക്കുമ്പോൾ ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. അല്ലെങ്കിൽ എനിക്കൊരു 50-ൽ 25 മാർക്ക് 30 മാർക്ക് കിട്ടുന്ന ഒരാളായിരുന്നു. അപ്പൊ അവിടെ ക്ലാസ്സിൽ ടോപ്പേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ ടോപ്പേഴ്സിനെ ആയിരിക്കും നമ്മൾ ഈ പറഞ്ഞ IAS IFS ആയിട്ടൊക്കെ കാണുന്നത്. പക്ഷെ അതല്ല, നിങ്ങളൊരു ആവറേജ് സ്റ്റുഡന്റ് ആണോ, നിങ്ങളൊരു ടോപ്പർ ആണോ, നിങ്ങളൊരു ഫെയിൽഡ് സ്റ്റുഡന്റ് ആണോ, ഇതൊന്നും മാറ്റർ അല്ല. UPSC എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നൊരു മൊമെന്റ് ഉണ്ടല്ലോ, ആ മൊമെന്റ് മുതൽ ആർ യു റെഡി ടു ഡെഡിക്കേറ്റ് യുവർ ടൈം അല്ലെങ്കിൽ എനർജിയും ടൈമും ഒക്കെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അവിടെ തൊട്ട് നിങ്ങൾക്ക് സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങാം. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ 0-ൽ നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് പറ്റും. അതായത് നിങ്ങൾ ഏത് ലെവലിൽ നിൽക്കുന്ന ആളാണെങ്കിലും, ലേണിംഗിന്റെ കർവിൽ നിങ്ങൾ എവിടെ നിൽക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് ഈ എക്സാമിനേഷൻ എഴുതിയെടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആണ്. പക്ഷെ ഒരു കാര്യം, ആ ഡിസിഷൻ എടുത്തതിന് ശേഷം അല്ലെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം യു നീഡ് ടു ബി കൺസിസ്റ്റന്റ്. വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് വളരെ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആവറേജ് സ്റ്റുഡന്റ് ആണോ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ
സംശയം വേണ്ട, അതൊരു പ്രശ്നമേ അല്ല. കാരണം നമുക്കിപ്പോ UPSC ക്ലിയർ ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ചിലരൊക്കെ സ്റ്റോറീസ് ഒക്കെ ഷെയർ ചെയ്യും, അവർ 10ാം ക്ലാസ്സിൽ ഫെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ വളരെ കുറച്ച് മാർക്ക് വാങ്ങിയാണ് ഞാൻ ജയിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ടീച്ചേഴ്സിനൊന്നും അത്ര പ്രതീക്ഷയില്ലാത്തൊരു സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ, പക്ഷെ അവർ UPSC ക്ലിയർ ചെയ്തു. സോ ഇറ്റ് ഡസൻ മീൻ ദാറ്റ് നിങ്ങൾ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല, അങ്ങനൊന്നുമല്ല. നിങ്ങൾ എങ്ങനെയുള്ള സ്റ്റുഡന്റ് ആണെങ്കിലും നിങ്ങൾ ആ പ്രിപ്പയർ ചെയ്യാൻ ആ ഒരു ഡിസിഷൻ ഉണ്ടല്ലോ, ആ എടുക്കുന്നത് മുതൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ എഫേർട്ട് ഇട്ടാൽ മാത്രം മതി, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത്, ഇസ് ഇറ്റ് പോസിബിൾ ഫോർ മീ ടു ക്രാക്ക് UPSC വൈൽ ഡൂയിങ് എ ജോബ്? ഡെഫിനറ്റ് ആയിട്ടും പറ്റും. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഈ വർഷത്തെ നമ്മൾ എക്സാമ്പിൾസ് എടുക്കുകയാണെങ്കിലും ഒരുപാട് ആളുകൾ ഓൾറെഡി വർക്കിംഗ് ആണ്, ഓൾറെഡി വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. അവർ വർക്ക് ചെയ്തുകൊണ്ടാണ് ഈ എക്സാമിനേഷൻ വേണ്ടി പഠിക്കുന്നത്. സോ അവർ ക്രാക്ക് ചെയ്യുന്നുണ്ട് എക്സാമിനേഷൻ. ഇനിയും വേറൊന്ന് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷം സിവിൽ സർവീസിന്റെ തന്നെ പല പോസ്റ്റുകളിൽ കയറിയിട്ടുള്ള ആളുകൾ ഈ വർഷം എഴുതി പിന്നെയും ക്ലിയർ ആയിട്ടുണ്ട് IAS. സോ എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എത്രയും തിരക്കേറിയ ജോലിയാണെങ്കിൽ പോലും അവർക്ക് സമയം മാറ്റിവെച്ച്, കുറച്ച് സമയം മാറ്റിവെച്ച് അവരുടെ പഠനത്തിന് വേണ്ടിയിട്ട് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്കും പഠിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു കാര്യം മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ടൈം മാനേജ് ചെയ്യാൻ പോകുന്നത്. പ്രോപ്പർ ആയിട്ട് ടൈം മാനേജ്മെന്റ് നമ്മൾ അത് ഉണ്ടാക്കേണ്ടതുണ്ട്. അതൊരു ഡിസിപ്ലിൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം അങ്ങനെ തന്നെയാണ് നമ്മളിപ്പം IPMIS അക്കാഡമിയിലേക്ക് വരികയാണെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് പോലും നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ആ രീതിയിലാണ്, ടോപ്പിക് സ്പെസിഫിക് ആയിട്ടാണ്. ഓരോരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസ് പോകുന്നത്, അല്ലാതെ 2-3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ലെക്ചേഴ്സ് ആയിട്ടല്ല. സോ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എപ്പോഴാണോ ഒരു ഫ്രീ ടൈം കിട്ടുന്നത് ആ ടൈമിൽ നമുക്ക് ആ ഒരു ടോപ്പിക്ക് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഏകദേശം 2500-ലധികം വീഡിയോ ലെക്ചേഴ്സ് ഉണ്ട് നമ്മളുടെ ഒരു കോഴ്സിൽ എന്ന് പറയുമ്പോൾ, നമ്മളുടെ UPSCയുടെ സിവിൽ സർവീസ് എക്സാമിന്റെ കോഴ്സിൽ വരുന്നത്. അപ്പം നമുക്കത് പറ്റും, അത് ഉറപ്പായിട്ടും നിങ്ങളൊരു ജോബിൽ ഇരിക്കുന്ന ആളാണെങ്കിലും ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് പറ്റും. ഇനി ഈസ് ഇറ്റ് പോസിബിൾ ഫോർ മീ ഇഫ് മൈ ഇംഗ്ലീഷ് ഈസ് നോട്ട് വെരി സ്ട്രോങ്? നോട്ട് എ മാറ്റർ. കാരണം നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ എഴുതാനായിട്ട് സാധിക്കും. മലയാളത്തിൽ എക്സാം എഴുതി ക്ലിയർ ചെയ്ത് ഒരുപാട് ആളുകളുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഈ എക്സാം എഴുതി ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ നമ്മൾ കേരളത്തിൽ മാത്രമായിരിക്കത്തില്ല വർക്ക് ചെയ്യുന്നത്, നമ്മൾ വേറൊരു സംസ്ഥാനത്തായിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ ഇംഗ്ലീഷ് മാൻഡേറ്ററി ആയിട്ട് വരും പല സമയത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ബ്രിട്ടീഷ് ഇംഗ്ലീഷോ അമേരിക്കൻ ഇംഗ്ലീഷോ ഒന്നും സംസാരിക്കുന്ന ആളെ അല്ല അവിടെ വേണ്ടത്. ബേസിക്കലി യു ഷുഡ് ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ്, അല്ലെ? നമുക്ക് പറയാനുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് വേറെ ആൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അതിന് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഗ്രാമർ എല്ലാം നോക്കി ഇംഗ്ലീഷ് സംസാരിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു കാര്യം വേറൊരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇംഗ്ലീഷ് ഇസ് ഗുഡ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് വീക്ക് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു പ്രശ്നമല്ല. പിന്നെ ലാംഗ്വേജിന്റെ ഏറ്റവും വലിയൊരു സൗന്ദര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാംഗ്വേജ് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും. അപ്പം ഹിന്ദി ഒട്ടും അറിയാത്ത ഒരാളായിരിക്കും, പക്ഷെ ഹിന്ദി നാട്ടിൽ പോയി നിങ്ങൾ ജീവിച്ചു തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇന്ററാക്ട് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾ ഹിന്ദി പഠിക്കും, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോകണമെങ്കിൽ തമിഴ് പഠിക്കും. അതേപോലെ തന്നെ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഒരു സൊസൈറ്റിയിലേക്ക് നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കും. അപ്പം ഈ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. സോ ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ പ്രോബ്ലം. നിങ്ങൾക്ക് ചിലപ്പോൾ പല ഫിലിം ആക്ടേഴ്സിനും സെലിബ്രിറ്റീസിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവരുടെ പഴയ ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. ചിലപ്പോൾ അവർ ഇംഗ്ലീഷിൽ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ടാവും സംസാരിക്കാൻ, പക്ഷെ കുറെ വർഷങ്ങൾ കഴിയുമ്പോഴേക്കും യു ക്യാൻ സീ ദാറ്റ് ദേ ടോക്ക് റിയലി ഗുഡ് ഇംഗ്ലീഷ്. വളരെ മനോഹരമായിട്ട് അവർ ഇംഗ്ലീഷ് സംസാരിക്കും. സോ എന്ന് വെച്ചാൽ അവർ ട്രെയിൻഡ്, അവർ പഠിച്ചെടുക്കുന്നതാണ്. അപ്പൊ അത് നമുക്കും പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇസ് ഇറ്റ് പോസിബിൾ ഫോർ മീ ടു കംപ്ലീറ്റ് ദി വാസ്റ്റ് UPSC സിലബസ്? ഓഫ് കോഴ്സ്, കാരണം UPSC സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ പല ആളുകളും ഈ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഒരു വട്ടമല്ല, പലവട്ടം നിങ്ങൾക്ക് UPSCയുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതാണ് നമ്മൾ UPSCക്ക് കുട്ടികളെ എടുപ്പിക്കുമ്പോൾ ആദ്യം തന്നെ അവർ ഒരു വട്ടം ഒന്ന് UPSC ഫുള്ളായിട്ട് ഒന്ന് സിലബസ് കവർ ചെയ്യണം. അതിനുശേഷം റിവിഷൻ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. 2-3 പ്രാവശ്യം റിവിഷൻ ചെയ്യുന്ന ആളുകളുണ്ട്. സോ അതുകൊണ്ട് തന്നെ, കാരണം നമ്മൾ സിലബസിനെ ബേസ് ചെയ്ത് പഠിക്കണം. സിലബസിനെ ബേസ് ചെയ്ത് പഠിക്കാതെ നമുക്ക് അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന എല്ലാ നോളജും പഠിക്കാനിരിക്കുകയാണെങ്കിൽ നമുക്ക് സമയം കിട്ടില്ല. അതേപോലെ സിലബസിന്റെ മുകളിൽ കൂടി നമ്മൾ റിസർച്ച് ചെയ്തങ്ങ് പോവുകയാണെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റില്ല. എന്താണോ അതിൽ പറഞ്ഞിട്ടുള്ളത് അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, കൃത്യമായിട്ട് സാധിക്കുന്നതാണ്. ഈസ് ഇറ്റ് പോസിബിൾ ഫോർ മീ ടു ക്രാക്ക് UPSC ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ്? വെരി ഷുവർ, നിങ്ങൾക്ക് പറ്റും. കാരണം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. മറ്റൊരാൾക്ക് പറ്റുമെങ്കിൽ അത് നിങ്ങൾക്കും പറ്റും. അവരിട്ടൊരു എഫേർട്ട് ഉണ്ട്, ആ എഫേർട്ട് നിങ്ങൾ വിടാൻ തയ്യാറാവണം എന്നുള്ളതേ ഉള്ളൂ. അപ്പം മറ്റൊരാൾക്ക് ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്കും പറ്റും. അപ്പം അതിന് എന്താണ് നമുക്ക് വേണ്ടത്? നോർമലി ആളുകൾ ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവര് വിചാരിക്കും, ഓക്കെ ഒരു അറ്റംപ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം, ഓക്കെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ഈ എക്സാം ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ഒരു അറ്റംപ്റ്റ് കൊടുക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു കാരണവശാലും കൊടുക്കരുത്. കാരണം യു ഷുഡ് ടേക്ക് ഇറ്റ് വെരി സീരിയസ്. വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഇതിനെ എടുത്തിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവർ ഫസ്റ്റ് അറ്റംപ്റ്റ് ഷുഡ് ബി ദ ബെസ്റ്റ് അറ്റംപ്റ്റ്. അതൊരു ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്, ആ അറ്റംപ്റ്റ് തന്നെ നിങ്ങൾ ക്രാക്ക് ചെയ്യണം. നമ്മൾ ഒരിക്കലും നമ്മളൊരു അറ്റംപ്റ്റ് വേസ്റ്റ് ചെയ്യാനായിട്ട് പോകരുത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ആ ഒരു ഡിസിഷൻ അങ്ങനെ ആയിരിക്കണം. നിങ്ങൾ എടുക്കുന്ന ഒരു ഡിസിഷൻ അങ്ങനെ ആയിരിക്കണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഞാനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പം പ്രിപ്പയർ ചെയ്ത സമയത്ത് നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്താണ് കാരണം? എന്താണ്, നമ്മളിങ്ങനെ വളരെ ലൂസായിട്ട് ഇതിനെ എടുക്കും. പ്രിപ്പറേഷൻ നമുക്ക് അറ്റംപ്റ്റ്സ് ഉണ്ടല്ലോ, ലൂസായിട്ട് എടുക്കും. ഇത് വളരെ വലിയൊരു പ്രശ്നമാണ്. അത് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് കുറേ സമയം കഴിഞ്ഞതിന് ശേഷമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കരുത്. നിങ്ങളൊരു കാര്യം തീരുമാനിക്കുന്നുണ്ടെങ്കിൽ യു ഷുഡ് ഫിക്സ് ദാറ്റ് ഇൻ യുവർ മൈൻഡ് ദാറ്റ് നിങ്ങൾ ഈ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾ ഇത് ക്ലിയർ ചെയ്യും എന്നുള്ള ഒരു ഐഡിയ അല്ലെ ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കണം. അത് ഉറപ്പായിട്ടും വെച്ചിരിക്കണം. ഓക്കെ, അടുത്തത്, ഇസ് ഇറ്റ് പോസിബിൾ ഫോർ മീ ടു പ്രിപ്പയർ ഫോർ UPSC വിത്ത് ലിമിറ്റഡ് ഫൈനാൻഷ്യൽ സപ്പോർട്ട്? ഉറപ്പായിട്ടും പറ്റും. കാരണം ഇപ്പം നമ്മളുടെ ഒരു തേജസ് സ്കോളർഷിപ്പ് നമ്മൾ ഇവിടെ ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ UPSCയുടെ ഒരു നോർമൽ ഒരു കോഴ്സിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യണമെങ്കിൽ ബേസിക്കലി ഓൺ ആൻ ആവറേജ് ഒരു 50,000 മുതൽ മുകളിലോട്ടാണ് നമ്മളുടെ കോഴ്സിന്റെ ഒരു പ്രൈസിങ് തന്നെ വരുന്നത്. അതിൽ 2,50,000 വരെ വരുന്ന കോഴ്സുകൾ ഇന്ത്യയിലുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവിടെ അതൊരു ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ IPMIS അക്കാഡമി തേജസ് സ്കോളർഷിപ്പ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഒരു 9,000 താഴെ ഉള്ള റേറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. UPSC പ്രിപ്പറേഷൻ ഒരു വർഷത്തെ എൻ്റെ UPSCയുടെ പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ടുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു 9,000 താഴേക്ക് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്ന ഒരു പോസിബിലിറ്റിയാണ് നമ്മളുടെ തേജസ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം ഉറപ്പായിട്ടും ഫിനാൻഷ്യലി സപ്പോർട്ട് നിങ്ങൾക്ക് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഇത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈനിലൂടെയും നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഓൺലൈനിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഒരിക്കലും സ്ട്രക്ചേർഡ് അല്ല, അതെല്ലാം ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കണ്ടിന്യൂറ്റി കിട്ടത്തില്ല. അതാണ് അവിടുത്തെ ഒരു പ്രശ്നം. പക്ഷേ നമ്മളൊരു കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ യു ഹാവ് എ കണ്ടിന്യൂറ്റി, നമുക്കൊരു ഗൈഡൻസും കണ്ടിന്യൂറ്റി ഒക്കെ കിട്ടും. അതുകൊണ്ട് ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ യു. ഓക്കെ, അടുത്തത്, ഇസ് ഇറ്റ് പോസിബിൾ ഫോർ മീ ഇഫ് ഐ ആം സ്റ്റാർട്ടിംഗ് പ്രിപ്പറേഷൻ ലേറ്റ്? നമ്മൾ കുറച്ച് പ്രായമൊക്കെ ആയതിനു ശേഷം, നമുക്കറിയാം കൂടുതലും ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഡിഗ്രി കാലഘട്ടങ്ങളിലായിരിക്കും കുട്ടികൾ പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ ഡിഗ്രി കഴിഞ്ഞിട്ടും ഡിഗ്രി കാലഘട്ടങ്ങളിലും ഒക്കെ ആയിട്ടായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ ചിലരൊക്കെ ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത് തന്നെ ഏകദേശം ഒരു 10-25 വയസ്സിന് ശേഷമായിരിക്കും. അപ്പോൾ ഒന്ന് എഴുതി നോക്കാം എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത്. പക്ഷെ അങ്ങനെ ക്ലിയർ ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. വർക്ക് ചെയ്ത് ഓക്കെ എനിക്ക് ഈ വർക്കൊന്നും എനിക്ക് പറ്റുന്നില്ലല്ലോ, ഞാനൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. അങ്ങനെയൊക്കെ ചിലപ്പോൾ വർക്കിങ്ങിന്റെ സമയത്ത് ചിലപ്പോൾ അവരുടെ IAS ഓഫീസറെ കണ്ട് അവരുടെ എന്തെങ്കിലും എക്സ്പീരിയൻസിൽ ഇൻസ്പയർഡ് ആയിട്ടായിരിക്കും ചിലപ്പോൾ അവർ എഴുതാനായിട്ട് പോകുന്നത്. സോ അങ്ങനെയുള്ള ഒരുപാട് കേസസ് ഉണ്ട്. അങ്ങനെ അവർക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരു കാര്യമുള്ളൂ, നിങ്ങൾ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എഴുതാൻ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നോബഡി ക്യാൻ ആക്ച്വലി സ്റ്റോപ്പ് യു. നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ഒരു എക്സാമിനേഷൻ എഴുതി ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അവിടെ നമ്മൾ അധികം തെറ്റുകൾ വരുത്താതെ നോക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഏകദേശം 4 ലക്ഷം ആളുകൾ എഴുതുന്ന ഒരു എക്സാമിനേഷനുമാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക. നമ്മുടെ ബെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും ഈ പറഞ്ഞതുപോലെ നമ്മുടേതായിട്ടുള്ള വീക്ക്നെസ്സുകൾ കാരണം ഈ പറഞ്ഞതുപോലെ നമുക്ക് ചിലപ്പോൾ റാങ്കിൽ ഉൾപ്പെടാതെ പോകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ വാട്ട് യു ഷുഡ് ഡു ഇസ് നിങ്ങൾക്ക് പറ്റുന്ന, നിങ്ങളുടെ കഴിവുകൊണ്ട് പറ്റുന്ന ബെസ്റ്റ് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത്രേ നമുക്ക് പറ്റുള്ളൂ, അത് നമ്മൾ കൊടുക്കുക. ബാക്കി ഡെഫിനറ്റ് ആയിട്ടും അവിടെ തീരുമാനിക്കപ്പെടും. ഡെഫിനറ്റ് ആയിട്ടും അവിടെ നിങ്ങൾക്കത് കൃത്യമായിട്ട് നിങ്ങൾക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അവിടെ റാങ്ക് ലിസ്റ്റിൽ എത്തുന്നതായിരിക്കും. ഇനി, ഇസ് ഇറ്റ് പോസിബിൾ ഫോർ മീ ഇഫ് ഐ സ്റ്റഡീഡ് ഇൻ എ റീജിയണൽ ലാംഗ്വേജ് മീഡിയം? അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. ഇപ്പൊ നമ്മളിപ്പോൾ കേരളത്തിലെ ഒരു സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ മെജോറിറ്റി ആളുകളും മലയാളം മീഡിയത്തിൽ പഠിച്ചു വരുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ എക്സാമിനേഷൻ എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതല്ലാതെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പഠിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും എക്സാമിനേഷൻ എഴുതാം. സോ 2 ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു മീഡിയമാണ്. അത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അത് ഡെഫിനറ്റ് ആയിട്ടും പഠിച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മൾ സിനിമകൾ കണ്ടുപോലും പല ലാംഗ്വേജുകൾ പഠിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. പക്ഷെ ആ എഫേർട്ട് നമ്മൾ ഇടണം എന്നുള്ളത് മാത്രമാണ്. സോ ഏത് മീഡിയത്തിൽ പഠിക്കുന്നു എന്നുള്ളതൊന്നും ഇവിടെ ഒരു വിഷയമല്ല സിവിൽ സർവീസ് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം. ഇനി, ഇസ് ഇറ്റ് പോസിബിൾ ഫോർ മീ ടു സ്റ്റേ മോട്ടിവേറ്റഡ് ഫോർ സച്ച് എ ലോങ് പ്രിപ്പറേഷൻ ജേർണി? ഇത് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ബാക്കി പറഞ്ഞ ക്വസ്റ്റ്യൻസിനേക്കാളും ഒക്കെ വളരെയധികം വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം
യു പി എസ് സിയുടെ പ്രിപ്പറേഷൻ ഏകദേശം ഒരു വർഷമെങ്കിലും മിനിമം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്, പ്രിപ്പറേഷൻ തന്നെ. പിന്നെ എക്സാമിനേഷനും ഏകദേശം ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. അപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന 2 വർഷമാണ്. അപ്പൊ ഇത്രയും വലിയൊരു ഡ്യൂറേഷനിൽ നമുക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മൾ നിൽക്കണം. അങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ഫയർ വേണം. ഓക്കെ, എനിക്ക് ആ ഒരു പൊസിഷനിലേക്ക് എത്തണമെന്നും എന്നെ ഞാനൊരു സിവിൽ സർവീസ് ഓഫീസറായിട്ട് കാണുന്നു എന്നുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു എനർജി അല്ല, ആ ഒരു പവർ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കാനായിട്ട് പറ്റും. ഇനി മോട്ടിവേറ്റഡ് ആയിട്ട് ചില സമയങ്ങളിൽ മനുഷ്യന്മാരാണ്, നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ മോട്ടിവേഷൻ ലൂസ് ആകാനുള്ള സാധ്യതകളുണ്ട്. സോ അവിടെ ടെക്നിക്സ് ഉണ്ട്. നമുക്കിപ്പം നമ്മുടെ അക്കാഡമിയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കോൺസെപ്റ്റ് ആണ് സൈക്കോളജിക്കൽ വെൽബീയിങ് സെഷൻസ് എന്ന് പറയുന്നത്. കാരണം ഇത്രയും നീണ്ട ഒരു ജേർണിയിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ചില സമയങ്ങളിൽ ഡൗൺ ആവും. അപ്പൊ ആ സമയത്ത് നമ്മളെ മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് കുറച്ച് ടെക്നിക്സ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ടെക്നിക്സ് ഒക്കെ നമ്മുടെ സൈക്കോളജിസ്റ്റുകൾ തന്നെ ഷെയർ ചെയ്യുന്ന സെഷൻസ് ആണ് നമ്മളുടെ ഉള്ളത്. അപ്പം ആ ടെക്നിക്സിലൂടെ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് നമ്മളുടെ ആ ഒരു മോട്ടിവേഷൻ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും, ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സോ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അത് ചെയ്യണം. അത് നമ്മൾ ഒരു ദിവസം മോട്ടിവേഷൻ ഡൗൺ ആകുമ്പോൾ മാത്രം ചെയ്യുന്നതല്ല, ഒരു റൊട്ടീൻ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നമ്മുടെ ആരോഗ്യം കൃത്യമായിട്ട് നോക്കണം, നമ്മളുടെ മെന്റൽ സ്റ്റേറ്റ് നമ്മൾ കൃത്യമായിട്ട് നോക്കണം, ഓക്കെ, നമ്മളുടെ പഠന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ മോട്ടിവേഷൻ ഡൗൺ ആവില്ല. നല്ല നല്ല കാര്യങ്ങൾ കാണുക, നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുക, നല്ല കാര്യങ്ങളിലേക്ക് ഇടപെടുക ഒക്കെ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെ നിൽക്കും. നമ്മളെപ്പോഴും ഡിമോട്ടിവേറ്റഡ് ആക്കുക നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് എക്സ്പീരിയൻസസ് ആയിരിക്കും. സോ മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച് മാറി നിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് യു വിൽ സ്റ്റേ മോട്ടിവേറ്റഡ്. ഈവൻ ഇഫ് നമ്മൾ ആ ഒരു സംഭവത്തിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഫയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഞാൻ ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് പറഞ്ഞത് ആർക്കും ഈ ഒരു സിവിൽ സർവീസ് എക്സാമിനേഷൻ ആഗ്രഹിച്ചു വരുന്ന, ഈ സിവിൽ സർവീസ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഈ UPSC എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു തീരുമാനം എടുക്കണം. നമ്മളുടേതായിട്ടുള്ള മിസ്റ്റേക്സ് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാണ്ടായി പോകുന്നത്, പലപ്പോഴും നമുക്കത് പറ്റുന്ന അതുകൊണ്ടാണ്. പിന്നെ ചിലപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് ഓർത്തെടുക്കാൻ പറ്റാത്ത ഇങ്ങനെയുള്ള ഒരുപാട് റീസൺസ് ഉണ്ട്. എങ്കിൽ പോലും നമ്മളുടെ ഒരു കാരണം കൊണ്ട്, ഓക്കെ, ഞാൻ പഠിക്കാത്തത് കൊണ്ട്, ഞാൻ എഫേർട്ട് ഇടാത്തത് കൊണ്ട് അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. ആ ഒരു ഡിസിഷൻ നിങ്ങൾ എടുത്താൽ മാത്രം മതി. കൃത്യമായിട്ട് നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ മാത്രം മതി. ഡെഫിനറ്റ് ആയിട്ട് ഈ എക്സാമിനേഷൻ നിങ്ങൾക്ക് വളരെയധികം ഈസി ആയിരിക്കും.